നീ ഒരു ആയ എന്തേലും ആയിട്ടില്ല, എന്തേലും വന്നില്ല. എടാ ഫെജോ ഇരിക്ക് എന്നെല്ലാം പറയുന്നത് ദിശ. നീ അവിടെ ഇരിക്ക്, നീ അവിടെ ഇരിക്ക് അല്ലേ? ആ ലാസ്റ്റ് ഒരു ഇരിക്ക്, നീ അവിടെ നിക്ക്. അടുത്ത് എത്ര KBPS ഇട്ട് ഇത് ഭയങ്കര. ആ ഓക്കെ ഓക്കെ. ചായ വേണം, ചായ കുടിക്കാം ഇപ്പൊ വേണോ? കുടിച്ചോടെ? ചായ ഒന്നും കിട്ടൂല, അത് പാർട്ടി ആളാണ്. പാർട്ടി ആള് പോയി ചായ ചോദിക്കോ? ചായ ചോദിക്കും. എന്റെ മുത്ത എനക്ക് പെട്ടിയുള്ളോടാ. അതിന്റെ ഉപ്പാന്റെ നോക്കണ്ടേ? ചായ അവിടെ പോയിട്ട് കുടിക്കണല്ലോ, പോന്നേക്കാണെങ്കിൽ കുടിക്കാം. ചായ വേണമെങ്കിൽ കുടിക്കാം. എന്താ വിശക്കുന്നുണ്ടോ? വിശക്കുന്നൊന്നുമില്ല, ഒരു വട തിന്നണം. അതിന്റെ മോനിക്കാണെങ്കിൽ കിടക്കാർക്ക് വടയും തിന്നണം. ഇതെന്ത് പറയുന്നു? മഴ പെയ്യുന്നുണ്ടല്ലോ, മഴ പെയ്യുന്നുണ്ടല്ലോ. നല്ല വെജ് റെസ്റ്റോറന്റ് വാ സഞ്ചരിക്കാം എന്റെ വഴിയിലൂടെ. ഓക്കെ ഓക്കെ. ലൈവ് chat is flowing, live is on brother. yo what's up everybody in the chat? എന്തല്ല എല്ലാവർക്കും എന്തല്ല, വെൽക്കം ബാക്ക് ടു അനദർ ലൈവ് സ്ട്രീം. ഓക്കെ, ഞാൻ പറയട്ടെ, കൊച്ചിയിലേക്ക് മൂവ് ആയിട്ട് ഫസ്റ്റ് ഡേ ആണിത്. ഫസ്റ്റ് ഡേ അല്ല, സെക്കൻഡ് ഡേ. കൊച്ചിയിലേക്ക് മൂവ് ആയിട്ട് ഇവിടെ മൊത്തം വിറപ്പിക്കാനുള്ളൊരു ഗ്യാങ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരായിട്ട് മീറ്റപ്പ് ചെയ്യാനായി പോകുന്നത്. ഓക്കെ, പോയിട്ട് അവർ എന്നെ കൂട്ടമില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. ജസ്റ്റ് അവർ പോയി ഞാൻ മീറ്റ് ചെയ്യാൻ പോയത്. അവർ ശരിയായ ചില്ല് വൈബാന്നല്ല പറയും. നോക്കാം, ചിലപ്പോൾ അടിയുള്ളൂ, അല്ലെങ്കിൽ ഒരു കിടിലൻ ടീമിനെ കിട്ടും. ഒന്നും അടിയുള്ളൂ, അല്ലെങ്കിൽ ഒരു കിടിലൻ ടീമിനെ കിട്ടും. ഇതെന്താ ഇത്ര സമയം മഴയോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോടാ, പെട്ടെന്നൊരു മഴ. കാസ്ട്രോ ഇന്ന് കണ്ണൂർ വരുന്നുണ്ട്. അടാ ഞാൻ കണ്ണൂരുള്ളപ്പോ ഒരു പട്ടി കുഞ്ഞ് ഒരാളില്ലാത്ത അവിടെ കണ്ണൂർ എന്ന് പറഞ്ഞാൽ അത്രയും ചത്ത സ്ഥലമാണ് ഞാൻ നിൽക്കുമ്പോ. ഞാൻ ഇവിടത്തേക്ക് വരുമ്പോഴേക്കും ഒരാള് കണ്ണൂരേക്ക്, ബേബി ജിയും കണ്ണൂര്, ഡാബ്ജി കണ്ണൂര്, പാർട്ടി, കാസ്ട്രോ എല്ലാരും കണ്ണൂര്. ഞാൻ ആടെ ഒരു മൈരും ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഓടിയത് ആടുന്ന് കൊച്ചിയിലേക്ക്. നോക്കുമ്പോഴേക്ക് എല്ലാരും ആടത്തേക്ക് പോകുന്നു. എന്താണ് മഴ? ഓള് ഫുൾ ഡിപ്രഷൻ. ഞാൻ പറയട്ടെ, ഓളെ ഹെഡിന്റെ ഉള്ളിലുള്ള പാട്ട് ഞാൻ പറയട്ടെ. ഈ ചങ്ങായി ആ ക്യാമറയിൽ കാണിക്കുന്നില്ല, അത് കണ്ടിട്ടില്ല നീ? ഒരു പെണ്ണിന്റെ സ്ലോ മോഷൻ നടന്നു പോകുന്നതാ. ഓളെ ഉള്ളിൽ ഓളെ തലയിൽ കളിക്കുന്ന പാട്ട് ഏതായിരിക്കും? ബോംബ് ഇതെന്താ എല്ലാരും ബോംബ് എന്ന് പറയുന്നേ? ബോംബാ? എന്തോ സീനുണ്ട്, ബോംബ് ഇടുന്ന എന്തോ സംഭവം ആരോ പറഞ്ഞു. എന്തോ ബോംബ് പൊട്ടിക്കല എന്തോ പറയുന്നില്ല, എന്തോ കണ്ടില്ല, ന്യൂസാ എന്തോ സാധനം കണ്ടില്ല. എന്തോ കണ്ടില്ല, ന്യൂസാ എന്തോ സാധനം കണ്ടില്ല. എന്താ കൊച്ചി ബോംബ് എന്ന് പറയുന്നത്? അവിടെ പോ. ഞാൻ എന്നെ പറയുന്നതാ. പിന്നെ ബോംബ് എന്നല്ലാതെ പറയണ്ട, ബൂമ്പ് എന്നാ പറയണ്ടേ. നിനക്കറിയാം. പിന്നെ സംഭവം ബോംബ് പൊട്ടി, ഇവിടെ ബോംബ് പൊട്ടി. തമാശ കളിക്കല്ല, ശരിക്കുള്ളത് എന്താ സംഭവം? ബോംബ് ഇതെന്താ എല്ലാരും ബോംബ് സ്പാം ചെയ്യുന്നത്? എന്താ സംഭവം? എന്താ കണ്ണൂർ ബോംബ്, കൊച്ചി ബോംബ്, കണ്ണൂർ ബോംബ്? ന്യൂസ് എവിടെ ന്യൂസ്? യൂട്യൂബ് ഏഷ്യാനെറ്റ് ന്യൂസ് എടുക്കും. നിനക്കറിയോ എന്താ സംഭവം? എന്താ പിന്നെ എന്തിനാ നീ സംഭവം എനിക്ക് അറിയാം, പിന്നെ എന്തിനാ ഏഷ്യാനെറ്റ് ന്യൂസ് എടുക്കുന്ന? പറ, കാര്യം പറ. എന്താ കാണാല? പറ.
ക്യാമറ ഓരോരുത്തേക്ക് തിരിച്ചപ്പോ കണ്ണാടി വിട്ടാടിയിരുന്ന ചങ്ങായി. അത് കളമശ്ശേരിയിലെ ഒരു ബോംബ് പൊട്ടി കേസാണ്. ആ എന്താ കാര്യം അത് എന്തിനാ അറിയോ, ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ എന്തോ സീനാ പറയുന്ന കേട്ടല്ലോ. ആ പള്ളിന്റെ എന്തോ സീനാണ്. എന്തിനാന്നറിയില്ല. പള്ളി ഇന്നെന്തോ എന്തോ ചന്തപരിപാടി എന്തോ ഉണ്ട് ഇടാ, പള്ളി പെരുന്നാള് അങ്ങനെ. ഇന്നലെ മറ്റേ പടക്കം എന്തോ അമ്മാടെ അവിടെ ആകുമ്പോ ഒരു ജാഥ അവിടെ ബോംബ് പൊട്ടിയാ അമ്മാടെ. എത്ര മണിക്ക്? രാത്രി. രാത്രിയല്ലേ? നമ്മ രാത്രിയാടുണ്ടായേ അമ്മാടെ. എന്റെ മൂത്ത് എടാ അവിടെ ഇത് സ്കൈ ഷോട്ടിലും പൊട്ടുന്നുണ്ടില്ലേ? കൊച്ചിന്ന് നിങ്ങ എന്താന്ന് വെച്ചാ ആയിക്കോ. ഞാൻ കണ്ണൂരില് ബോംബ് മേടിച്ചിട്ട് കൊച്ചിയിലേക്ക് വന്നേന്ന് നോക്കുമ്പോക്ക് ഈടെ ബോംബാ. ഇവിടെ നോക്കുമ്പോക്ക് ഈടെന്ന് ഏറ്റവും ഡേഞ്ചർ, കൊച്ചിയാന്ന് ഏറ്റവും ഡേഞ്ചർ. അതെന്താ അവസ്ഥ? എന്റെ മുത്ത് മിറ്റ്സുബിഷി കളമശ്ശേരി. കളമശ്ശേരി അല്ലേ? ആരും മരിച്ചാ? ഒരാളാ ബോംബിട്ട് ഒരാളെ മരിച്ചിട്ടുള്ളൂ. പെണ്ണുങ്ങളാ? ചെറിയ ബോംബാ? എങ്ങനെ? ഓ, നമ്മളെ നാട്ടിലൊന്നും ബോംബ് പൊട്ടുന്ന പരിപാടിയൊന്നും ഇല്ലാലോടാ കേരളത്തിലെല്ലാം. എന്തോ പടം കണ്ടിട്ടാണ് പറയുന്നത് കണ്ണൂര് ബോംബ് എന്നല്ലോ. അമ്മോ അതേപോലത്തെ ഒരു ന്യൂസ് ഞാൻ കണ്ടില്ല. ബോഡി ഗാർഡ് അവിടെ, ബോഡി ഗാർഡ് വരുന്നുണ്ട്. ബോഡി ഗാർഡ് എത്തിയിട്ടില്ല. ബോഡി ഗാർഡിന് മൊത്തം വീട്ടില് സീനല്ലാന്ന്. ബോഡി ഗാർഡ് എല്ലാം ഞാൻ പറയട്ടെ, സംഭവം ബോഡി ഗാർഡാണ്. പക്ഷെ അവന്റെ അമ്മ കലമ്പും, അതാണ് പ്രശ്നം. അമ്മ ചൊട്ടി പോലെ മോനെ നീ പോണ്ട, ഇങ്ങനെയൊന്നും പോണ്ടെന്ന് പറഞ്ഞ് ചൊട്ടിന്നാ പറഞ്ഞു. കൊച്ചിയിലേക്ക് കൊണ്ടുവരാൻ നോക്കിയാണോ ചക്കര? സാലറി കൊടുക്കാൻ എല്ലാം പറഞ്ഞ് കൊണ്ടുവരാൻ നോക്കില്ല. ലാസ്റ്റ് ഇവൻ രാത്രി വിളിച്ചിട്ട് വീട്ടിലേക്ക് ഇറങ്ങുന്നതിന്റെ തലേന്ന് രാത്രി വിളിച്ചിട്ട് അതൊരു സീനുണ്ട്, അമ്മ വിളിച്ചിട്ട് ഇവൻ എനക്ക് ബോഡി ഗാർഡായിട്ട് എങ്ങനെ നിൽക്കുന്ന എനക്കറിയില്ല. പക്ഷെ ഇങ്ങനെ സെറ്റാക്കി അത് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ചിലപ്പോ ചെക്കൻ നാളെ വരും. ഓക്കെ, ചെക്കൻ നാളത്തേക്ക് ചെക്കൻ എത്തിക്കാൻ പറ്റൂല അല്ലേ? അവന്റെ വീട്ടിലെല്ലാം പറഞ്ഞ ഏകദേശം ഒന്ന് ഓക്കെ ആക്കി എടുത്തിന്. 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറണം. അതാണ് സീന്. ചേച്ചീന്റെ അടുത്ത് നിൽക്കാം അങ്ങനെ എന്തല്ലോ പറയുന്നതായിട്ട്. മഴയപ്പാ തീരാടാ. എന്റെ ഗ്യാങ് മീറ്റപ്പ് എല്ലാം വെള്ളത്തിലായട്ടാ. എന്റെ ഗ്യാങ് മീറ്റപ്പ് വെള്ളത്തിലായി. ഇത് എത്ര ഇതിലാണെടാ ലൈവ്? എത്ര kbps ഇട്ടാ നോക്കാൻ പറ്റുമോ? ക്ലിയർ ഉണ്ടാ? ഇത് ക്വാളിറ്റി ഉണ്ടോടാ ലൈവില്? വീഡിയോ ക്വാളിറ്റി ഉണ്ടോ? 3000 kbps ആ? നല്ല കുറവല്ലേ? 720p. ഇതെന്താ ഇതിന്റെ മൂടെല്ലാം കാണിക്കുന്നതില്? ഞാനും പെട്ടെന്ന് ഇതെന്താ നിന്റെ മൂട് കാണിക്കുന്ന? അന്റെ കുണ്ടിയല്ല കാണിക്കുന്നത്. നോക്കിയാ ഡബ്ല്യു ക്യാമറമാൻ ഇവ എന്റെ കുണ്ടി ഓരോ മൂടെല്ലാന്ന് കാണിക്കുന്നത്. എടാ നീ കൂട്ടാൻ നോക്കിയാന്ന്? കൂട്ടിയാ? എടാ നെറ്റ് പോയല്ലേ പിന്നെയോ? ചായ കുടിക്കാം, അവിടെ തിരി കുടിക്കാം. ഒന്ന് നോക്കാം. പാർട്ടി ഹാളിൽ പോയിട്ട് ചായ എടാ ചോദിക്കാ, എന്തൊക്കെ സെറ്റ് ആക്കാ. നീ സമാധാനപ്പെട്. ചായല വേണ്ടത് ഈ മഴ ഒന്ന്. ചായല വേണ്ടത് ഈ മഴ ഒന്ന്. ഇതെന്താണ് ഞാൻ നനഞ്ഞ് കേറേണ്ടി വരുമല്ലേ? എടാ എന്താണ് ഇത്ര ദിവസം ഇല്ലാണ്ട് ഇപ്പൊ അല്ലാത്ത മഴ അല്ലേ? ഒരു തുള്ളി മഴയും പെയ്തിട്ടില്ല കൊറേ ദിവസമായിട്ട്. അല്ലെങ്കിൽ കൊച്ചിയിൽ ഇങ്ങനെ ആയിരിക്കും. ഓ, കണ്ണൂര് പെയ്യാത്തതാണ്, കൊച്ചിയിൽ മഴ ഉണ്ടാവും എപ്പം. ഇന്നലെ ഉണ്ടായില്ല. പക്ഷെ നല്ല ആണല്ലോ. ഇവിടെ എവിടെ നോക്കിയാലും ഹൈറ്റുള്ള ബിൽഡിംഗ് ആണ്. അതൊരു ആശ്വാസം. മണ്ണുണ്ടല്ലോ.
ഒരു പുറത്തു പോയി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് ഇവിടെ. ഇത് മടുക്കൂലേ കൊച്ചി കുറെ മടുക്കുമ്പോ വേറെ സ്ഥലത്ത് എടാ അപ്പൊ ബോംബൊന്നും പൊട്ടൂല ഇന്ന്, കാരണം മഴ പെയ്യുന്നുണ്ടല്ലോ, വെള്ളമുള്ളതുണ്ടോ? വെള്ളമുള്ളതുകൊണ്ട്. അങ്ങനെ ഉണ്ടോ? അങ്ങനെയുണ്ട്. അങ്ങനെ ഉണ്ടാ? അല്ല ഞാൻ ശരിക്കും ചോദിക്കാം, അങ്ങനെ ഉണ്ടാ? അങ്ങനെ ഉണ്ടാവൂലേ? അങ്ങനെ ഉണ്ടാവില്ലേ? സ്പാർക്കിലല്ലേ ഈ സാധനം പൊട്ടാ. വെള്ളത്തില് പോകുമ്പോ പൊട്ടൂലോ. അങ്ങനല്ലേ? അങ്ങനെയാണ്. എന്തിനാ ചിരിക്കുന്നത്? എടാ അങ്ങനെ ആയിരിക്കൂല, എനിക്കറിയില്ല. തോട്ട പോലെ അങ്ങനെ അല്ല, തോട്ട മയത്തിലാവൂല. ഓക്കെ ആണെങ്കിലും വെള്ളത്തിന് ഇതാവുമല്ലോ, കേടാവുമല്ലോ. കറണ്ടില് വെള്ളം അടിച്ചാല് ഇതാവൂലേ, ചുള്ളുവാവൂലേ? അതുകൊണ്ടായിരിക്കും മഴ പെയ്യിച്ചിട്ടുണ്ടാകാം. ആരും മരിക്കാണ്ടിരിക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ടിഫിൻ ബോക്സ് ബോംബാ. എങ്ങനാ? ടിഫിൻ ബോക്സിന്റെ ലെവലാണ് അതിനുള്ളിലുണ്ടോ? സീനാണല്ലേ ഇത്? എന്തിനാ ഇങ്ങനെ ആളെ കൊല്ലുന്ന? അതിനകത്ത് എന്താ കാരണം? എന്തെങ്കിലും അറിയോ? എന്താ സംഭവം എന്ന് അറിയോ? ഫലസ്തീൻ എന്നല്ലോ പറയുന്നുണ്ടല്ലോ. ഫലസ്തീനൊന്നും പെട്ടിട്ടാ? അങ്ങനെ പറയുന്നുണ്ട്. അതിന് ഈടെ ബോംബ് പൊട്ടിച്ചിട്ട് ആടെ അവിടെ പൊട്ടിക്കുന്നില്ല, കൊണ്ട് ഈടെ പൊട്ടിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കും. എന്താണിത്? എന്തായാലും കാരണം എന്താന്ന് അറിയണ്ടേ? മൊത്തം പേടിയാന്ന് എനിക്ക്. കൊച്ചി ഇപ്പൊ ബോംബ് എന്ന് പറഞ്ഞതിന് ശേഷം കൊച്ചിയിൽ മാറിയത് വെറുതെ ആയിപ്പോയെന്ന് വിചാരിക്കുന്നു. നമ്മളെടുത്താരും പൊട്ടിയാന്ന അയ്യോ എവിടെ നീ നിർത്തുന്ന? എന്താ സംഭവം? എന്താ അപ്പിക്ക് മാപ്പ് നോക്കാൻ അറിയില്ല. മാപ്പ് ചെറുതായിട്ട് ഗൂഗിൾ വെച്ച് ചങ്ങായി വെള്ളത്തിൽ ബോംബിട്ടാ ഇതാക്കോ അതെല്ലാം ചിന്തിച്ചിട്ടാണ് ജീവിക്കുന്നത്. വെള്ളത്തിൽ പളിയിട്ടാ സൗണ്ട് ഉണ്ടാവോ ഇതും ചിന്തിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ മാപ്പ് വണ്ടിന്ന് ഇറങ്ങണം, വണ്ടിന്ന് ഇറങ്ങണം, ഇറങ്ങ വണ്ടിന്ന് ഇറങ്ങണം. ആൾക്കാരെ നോക്കില്ല, അത് വണ്ടി എടുക്കുക. അന്ന് ഇതേപോലെ കാണുന്നില്ല മയത്ത്. അന്ന് ഇതേപോലെ ബസ് സ്റ്റോപ്പിന് മുന്നിൽ പോയില്ലട ഇവനില്ലടാ. കറക്റ്റ് തന്നെ ഇറക്കി വിട്ടടാ ശരിക്കും. ഞാടെ മൂഞ്ചി പണ്ടാറ ഇവൻ എന്താക്കിയറിയോ? ഇറക്കി വിട്ട് പോട്ടെന്ന് വിചാരിക്കാം. ഇറക്കി വിട്ടിട്ടില്ലേ, ഒരു ചുളിഞ്ഞ് 20 രൂപേന്റെ നോട്ടില്ലേ, 20 രൂപേന്റെ ചില്ലറ പൈസ നോട്ട് എടുത്തിട്ട് അന്നേരം തന്ന ഏറ്റവും ബസ്സിനാറ്റം വന്നു. അന്നാണ് മൊത്തം അന്ന് ഞാൻ ഒരിക്കലും മറക്കൂല. നമ്മള് ഗ്യാങ് എടുത്തു, ഗ്യാങ്ങിനെ മീറ്റ് ചെയ്യാൻ നടക്ക്. ഇവിടെ അടുത്തടിയല്ലേ മീറ്റ് ഫസി എന്ന് പറയുന്ന ചാറ്റില്. ഫസീനെ മീറ്റ് ചെയ്യണം. ഒരു മീറ്റ് ചെയ്യണം, പക്ഷെ എനക്ക് എന്തോ ഒരു മടി ചോദിക്കാൻ. ശരിയായൊരു മീറ്റപ്പ് ഇതെനിക്ക് തിരിയുന്നില്ല. ഈ പെയ്യൊന്നും ഇത് എവിടെയാണ് ഇത് പോണ്ടത്? ഫസീനാണ്. ഫസീനെ മീറ്റ് ഫസീന്റെ എടാ പിന്നെ എടാ ഇവിടെ വെയ് തിരിയുന്നില്ല. അതിന്റെ ഇടക്ക് ഫസി ചങ്ങനെ ഫസി എന്ന് പറയുമ്പോ ഫുള്ള് അലിഞ്ഞിട്ട് ഇങ്ങനെ ഒല്ലിക്ക് സീറലിറ്റു. ഇതാ ഇറ്റുന്ന നമ്മളൊന്നും വേണ്ട, ഫുള്ള് ഫസിയാണ് ചങ്ങായിക്ക്. എടാ ഇങ്ങോട്ട് കയറാൻ പറ്റാലോ. പാട്ടും കൂടി വെച്ചിട്ടെ പാട്ടും കളി നിർത്തിക്കേ. ഭയങ്കര ഇഷ്ടാളാ. അതോ നാളെ ചെയ്യണ്ടാളാ. ഞാനും വീണ വേണാ. അപ്പൊ ഒന്നും ചെയ്യാനല്ല വിളിക്കുന്ന നീ കളിയാത്ത കാര്യം പറയുന്നത്. ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല. കാരണം ഇല്ലേ, ഈ മുട്ട പപ്സും മൈൻഡില് മുട്ട പപ്സ് കണ്ടിട്ട് ജീവിക്കുന്നവനാ നീ. ഏടുന്ന് തിന്നാം, ഏടെയാന്ന് വട എടെ കിട്ടും, അതാ നിന്റെ മൈൻഡിൽ. എന്റെ സത്യമായിട്ട് എന്റെ മൈൻഡിലാണ് വടിയും ചായയും കുടിക്കണം. ചട്നി ഉണ്ടെങ്കിൽ സെറ്റ് ആവുന്നത്. ഞാൻ നിന്റെ പതിക്കേസ് ആലോചിച്ചിട്ടാണെങ്കിൽ ഇല്ല. എവിടെയുള്ള എറണാകുളത്തില്ല, കാണാതെ. എറണാകുളത്ത് വന്ന് പെരുമ്പാവൂരാണ്. എവിടെയുണ്ട്? തൊടുപുഴയൊന്നും ഇവിടെ അടുത്തല്ലടാ. തൊടുപുഴന്ന് പറഞ്ഞാൽ ഇവിടെ 100 കിലോമീറ്റർ അങ്ങനെ ഉള്ളു. അപ്പോൾ സ്ഥലം തൊടുപുഴ. തൊടുപുഴ ഫസി.
എടാ ഇത് നല്ല മാച്ചിങ് ആ, നീ ഒന്ന് നോക്കിയട്ടെ. തൊടുപുഴ ഫസി നല്ല മാച്ചിങ് അല്ലേ? നിന്റെ മാച്ചിങ്ങാ വാങ്ങാട്ട് നീ അത്. ഇതെന്താ വൈ മനസ്സിലാത്ത? ബുദ്ധി ഇല്ലാത്തോണ്ട് മനസ്സിൽ മുട്ട പപ്സ് മാറ്റ്, എന്നിട്ട് ചിന്തിക്ക് വൈന്ന് ചിന്തിക്ക്, അപ്പൊ വരും. വൈ നീന്തിച്ചാ വരൂ. വൈ ചങ്ങായി എന്താ പറഞ്ഞു? ചങ്ങായി വണ്ടി ഓടുന്നില്ല. എണ്ണ വരുന്നുണ്ടോ? അള്ളാണ് എണ്ണ ഉണ്ടായിരാ. അള്ളാണ് ഞാൻ മൂക്കിനൂത്തി, അള്ളാണ് ഞാൻ മൂക്കിനൂത്തി. എന്റെ ഗ്യാങ് മീറ്റപ്പ് നീ എല്ലാ തമാശകളെ ആക്കല്ലടാ മൈര. എടാ അവരാ ലേറ്റായ അവരെന്നെ കൂട്ടൂല. അവരെന്നെ കൂട്ടിയില്ലെങ്കിൽ നിന്റെ പേരാന്ന് ഞാൻ നടക്കേണ്ടത്. ഈ മാമൂക്കോയ അല്ല എനിക്ക് ഗ്യാങ്. മാമൂക്കോയന്റെ പേര് നടക്കണം. എനിക്ക് ഗ്യാങ് വേണം. ഒരു ദിവസത്തിന്റെ ഗ്യാങ് കാണാം. നീ നോക്കിക്കോ, അവരങ്ങനെ തന്നെ കൂട്ടും. ഒരു ദിവസം കൂട്ടും, പിറ്റേ ദിവസം മനസ്സിലാവും നീ ഒരു ബദറു ആണെന്ന് അവർക്ക് മനസ്സിലാവും. നിന്നെ പുറത്താക്കും. ആ നിന്നെ കാണാൻ അതേപോലെ ഉള്ളത് മനസ്സിലാക്കാതെ. ബദറു എന്ന് പറഞ്ഞാൽ ചങ്ങായി ഉണ്ട്. ഇൻഷൂർ സീനാ. നീ വെറുതെ പണി തരില്ല. ഇതിലേക്ക് വണ്ടി ഉന്താൻ പോലും നിനക്ക് അറിയില്ല. ഓടിക്കുന്ന പോലെ ആയിരിക്കൂലേ? ഞാൻ പറയില്ല. ക്ലിക്ക് ചെയ്താ മതി, ബാക്കും മുമ്പും. അതേപോലെ ഓട്ടോമാറ്റിക് ഉണ്ട്. ഓട്ടോമാറ്റിക് ഉണ്ടോ? അല്ല, ഓട്ടോമാറ്റിക് ഉണ്ടെങ്കിൽ ഈ സ്റ്റെയറിംഗും ബോഡിയെല്ലാം ഇതാക്കണ്ടോ? ബാക്കി പിന്നെ ഈ ഡ്രൈവിംഗ് അറിയാത്തവർക്ക് എളുപ്പത്തിന് വേണ്ടിട്ട് ഇവർക്ക് കീബോർഡ് കൺട്രോൾ ആക്കിക്കൂടെ വണ്ടി ഓടിക്കാൻ? അത് നല്ല പരിപാടിയല്ലേ? ഞാൻ കാര്യം പറയുന്നത് അത് നല്ലൊരു പരിപാടിയല്ലേ? അങ്ങനെ ഇവിടെ എന്തെങ്കിലും ഒരു കീബോർഡോ മൗസ്, ഒരു കീബോർഡോ അങ്ങനെ ചെറുത് ബന്ധോട്ടെ. അങ്ങനെ ഒരു ഐഡിയ ഞാൻ പറയുന്നത്. പിന്നെ മുകളിലൊരു ക്യാമറയും വേണം, TPP വ്യൂ വേണം. അതാവുമ്പോ ബോഡി അടിക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും. ആളെല്ലാം പോയിട്ട് കുത്താ GTA പോലെ തന്നെ ക്യാമറ ഓൾറെഡി ഉണ്ട്. 90 ഡിഗ്രി ഇങ്ങനെ നല്ലോണം മാപ്പ് പറയുന്നത്. അതിന് പറ്റിച്ചില്ലേ? 200 മീറ്റർ കൂടി ഉള്ളൂ. അല്ലാന്റെ ഹെയർ സ്റ്റൈലോ? ഇതെന്താ ഹെയർ സ്റ്റൈൽ? അവിടെ മുടി പോരാ, ശരിക്കും നോക്കിയാ മുടി പോരാ. അത് ആറ്റിറ്റ്യൂഡ്. എന്റെ തെറ്റല്ല, നിന്റെ തെറ്റാണ്. ഇതുമാതിരി നീ അള്ളാന്റെ ഉമ്മാന്നും വിളിച്ചിട്ടാണ് നീ വണ്ടി ഓടിക്കുന്നത്. ഇവിടെ എവിടെല്ലോ നോക്കിയിട്ട് അപ്പം വണ്ടി അടിക്കൂല. അമ്മ അത്രയും ഭക്തിയിലല്ലേ വണ്ടി ഓടിക്കുന്നത്. ചളി കളക്കല്ല, നീ സംഭവം നോക്കി ഓടിക്കും. നീ അത് ആടത്തേക്ക് നോക്കിയിട്ട് പാട്ടും പാടി കൊണ്ട് വണ്ടി ഓടിക്കുക. ഇവിടെ മീറ്റപ്പ് ഒരു എനിക്ക് ചായ കുടിക്കണം. നിങ്ങളെ ഇവിടെ ഇറക്കിയിട്ട് ഞാൻ ചായ കുടിക്കാൻ പോകും. എടാ തമാശ കളിക്കല്ലോ. പോയേട്ടാ, എനിക്ക് ചായ കുടിക്കണം. ആ ചായ കുടിക്കാൻ മതി. എടാ ഇവിടെ കുടിക്കാമോ? ലോക്കാക്കാനാ? എന്താ വണ്ടി മാറ്റണം പോലും. ഗ്യാങ്സ്റ്റർ പറ്റിച്ചാ? അല്ലല്ല വെയിറ്റ്, ഒരാളെ ഇപ്പൊ കുറച്ച് ടൈം ഉണ്ടാവും. താഴെ കൊണ്ടേക്കാണ്. അങ്ങനെയാ. പക്ഷെ എനിക്ക് ചായ കുടിക്കണം. എടാ ചായ കുടിക്കാ. ഇത് ഇവിടുന്ന് വെടി കൊള്ളോ കത്തിയെടുത്ത് കുത്തോന്ന് എനിക്ക് അറിയില്ല ഈ ഗ്യാങ്. എന്നാലും നമുക്ക് ചായ കുടിക്കണം. എടി ഇവന്റെ റിംഗ് ടൂൺ തന്നെ ഇതാണ്.
ജനിച്ചപാട് ഗാങ്സ്റ്റർ ആണല്ലോ. അവിടെ ഫോൺ എടുക്കുന്നില്ലടാ, എന്നെ പറ്റിച്ച്. ഗ്യാങ് എന്നെ കൂട്ടുന്നില്ല, ഗ്യാങ് എന്നെ കൂട്ടുന്നില്ല. എന്തൊരവസ്ഥ ചങ്ങായിന്റെ ഔട്ട്ഫിറ്റ് എല്ലാം ഇട്ട് വന്നിട്ട്. എടാ അത് എന്റെ അടുത്തായിരിക്കും ചിലപ്പോ കോള് വന്നിട്ടുണ്ടാവും. അങ്ങനെ നമ്പർ കാണിക്കില്ല. കാണിക്കില്ല. മൊബൈൽ എന്തെന്നിട്ടല്ലോ ഇതല്ലേ. നമ്പർ കാണുന്നില്ലല്ലോ. നല്ല സെറ്റപ്പാണ്. ഇവിടെ നമ്മൾ ഒരു ദിവസം 5 മിനിറ്റ് മനസ്സ് പോയി. ഇതെങ്ങനെ ഇതെടുത്തിട്ട് എന്താക്കാന്? അറിയില്ല, ആൾക്കെല്ലാം കാണിച്ചു കൊടുക്കും. ഇതാ ഞാൻ ജയിച്ചെന്ന് പറഞ്ഞു. കണ്ടി ഇതെല്ലാം വെയിറ്റ് ഉണ്ടല്ലേ. ആ ഡമ്പലിന് പകരം ഉപയോഗിക്കാം. ഡമ്പൽ നല്ല അറിയാം. ഡമ്പൽ നല്ല അറിയാം. ഗിംബലല്ല പൊട്ട, ക്യാമറന്റെ ഇത് മാത്രം ആലോചിക്കില്ല. ഡമ്പൽ എന്ന് പറയാ. ഡമ്പൽസ് ബെല്ലിംഗം ഹെയർ സ്റ്റൈൽ അടിക്കുന്നോ? ബെല്ലിംഗം ഹെയർ സ്റ്റൈൽ എന്താ അടി? ഇതെന്താ കുഴപ്പമാടാ? ഇത് നൈസല്ലേ? ഇത് നൈസല്ലേ അല്ലേ? പക്ഷെ ഇവിടെ ചെത്തിയൊക്കെ ഉണ്ടാന്ന് തോന്നുന്നു ഇത്. പക്ഷെ അത് നൈസ് ആവുന്നല്ല, എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ. ഇത് സെറ്റാണോ എന്നാ പറയുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. പക്ഷെ നിസ്കാരം നിസ്കാരം അങ്ങനെ പോവാൻ ഈ മുടി ഇങ്ങനെ മുറിക്കുന്നതും നിസ്കാരം തമ്മിൽ ഒരു ബന്ധവുമില്ല. ഉറപ്പാണ്. ക്യൂടെക്സ് ഇട്ടാലോ അല്ലെങ്കിൽ മറ്റേതിനല്ല കളർ, ടാറ്റു കളർ ഇതെല്ലാം ചെയ്യാൻ നിസ്കാരം ഒരു ബന്ധമില്ല. എന്താ പറഞ്ഞേ? അങ്ങനെ പറയും. പക്ഷെ റൂൾസ് ശരീരത്തിന് മറ്റേ സംഭവല്ലേ, റിയൽ റൂൾസ് പ്രകാരം നമ്മള് മുടി അങ്ങനെ ആക്കി വെച്ചിട്ട് ഇതാവൂല. മനസ്സിലാവും? പിന്നെ വേറെന്തുകൊണ്ട് നമ്മള് ഞാൻ പറയട്ടെ, വേറെന്തോ നമ്മുടെ കാഫിരികൾ അറാമികളുടെ പോലെ മുടി അനുകരിച്ച അങ്ങനെ എന്തോ സീനുണ്ട്. എന്നാലും നിസ്കാരം തെറ്റും ചെയ്ത. മുന് കണ്ണൂരാണല്ലോ. മുന് വരും, ചിലപ്പം വരും. മോനെ തട്ടടി ഇതെല്ലാം തിരക്കും ഇതെല്ലാം മാറ്റി എല്ലാം തീർന്നാ മൊത്തം ഫ്രീ ആവുകയാണെങ്കിൽ വരും. ഈ ഇടക്കൊന്നും ഉണ്ടാവും നമുക്ക് തോന്നില്ല. മൊത്തം ഫ്രീ ആവുകയാണെങ്കിൽ വരും. അല്ലെങ്കിൽ നോക്കി അവന്റെ ഫാമിലിയും തട്ടടുന്ന് വിട്ടിട്ട് വരാൻ പറ്റണം. അനിയനും ഗൾഫൊന്നും വന്ന് മൊത്തം അവനാണ് കുറച്ച് ബിസിയായിരിക്കും. ഈ ഹെയർ സ്റ്റൈൽ കൊള്ളിലാണോ? എന്നാ പിന്നെ നമുക്ക് ഫുള്ള് ഇതിവിടെ മൊത്തം ചെത്തിയിട്ട് ഇടം വരെ ചെത്തി കളയും. ഇടം വരെ മൊട്ട എങ്ങനെ നല്ല ഇതന്നെയല്ല. ഇതാകുമ്പോ ഇവരെ കൂട്ടുവാടാ. ഇതാകുമ്പോ ഇവരെന്നെ കൂട്ടും. ഇന്നലെ രാത്രി മുറിച്ചതാണ്. ഇങ്ങനെ ആക്കിയാലേ ഇവർ കൂട്ടുമെന്ന് പറഞ്ഞിട്ട്. ഇന്നലെ രാത്രി മിഞ്ഞാന്നല്ലേ? This guy ഉള്ളി കയറി ചോദിച്ചാലോ? ഇവരെ മൂന്നാഴയും ചോദിക്കാം. നമുക്ക് കയറി പോവാം. ഗുഡ് പ്ലാൻ. ഈ മഴയത്ത് എങ്ങനെ ഇറങ്ങി ഓടുവാ? നീ വാളറ്റിന് കൊടുത്തേ കാറ്? എന്തിനു കൊടുത്താലും നിനക്ക് ഇറങ്ങണം. ഇപ്പൊ നീ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ നീ ഒരു 5 മിനിറ്റ് നിൽക്ക്. മനസ്സിലായോ? ഞാൻ പോയി ചോദിച്ചിട്ട് ഞാൻ ചായ അവിടെ ഉള്ളിൽ ചായ ഉണ്ടോ? നീ ഒരു കാര്യം വാളറ്റിന് കാറ് കൊടുക്കുമ്പോ. അല്ലല്ല വേണ്ട, അവിടെ ഉള്ളിലേക്ക് വാ. തമാശ കളിക്കല. എന്തായാലും നീ വരണോ? വാ
കേറേണ്ട പരിപാടി എങ്ങനെയാ നീന്റെ? Yeah. Will you transfer his room number? No, I don't know. He's not picking the call. പേര് പറഞ്ഞാലൊന്നും അവർ കേറ്റൂല. ചങ്ങായി വരണോ? ചങ്ങായി റെയിലിട്ട് എന്താ കൂട്ടൂലെന്ന് പറഞ്ഞ എന്നെ കൂട്ടൂലോ. കുറച്ച് ആൾക്കാർ ഒരു ഗ്യാങ് KCG ബ്രോ. KCG മൂഞ്ചിച്ച് ഗൈസ്. ഐ തിങ്ക് എടാ വേറെ നമ്പർ ഉണ്ടായിട്ടില്ലേ? ആ അവിടെ ഇരുന്ന് ചായ കുടിക്കാം. അപ്പൊ കവർ വരും. ചായ ഉണ്ടോ? ചായ കിട്ടും. ഇതെങ്ങനെ ചായ പറയുന്നത്? എങ്ങനെയാണ്? എവിടെ ചായ പറയുന്നത്? അതെനിക്ക് പറയാനറിയില്ല, നീ പറയാം. നീയല്ലേ ഇത്? ചായ ചായയോ? ചായ തരോ? ആ കടി എന്താ? ഞാന് കടി എന്താ? നിയാദ് ചായ വേണോ? ഇവനങ്ങനെ പറയലടാ. ഇവനിപ്പ ഇങ്ങനെ ഇതാക്കുന്ന ഇവ സംഭവം ഭയങ്കര ഒക്കോടാണ്. വന്നു പോയിട്ട് ആടെ തിരിങ്ങനെ നിന്ന് ഞാന് തൊപ്പിന്റെ ഇവനാക്കിയ കാര്യമാണ് എന്റെ പേരിൽ. തൊപ്പിന്റെ മാനേജർ ഫ്ലൈറ്റ് പറഞ്ഞില്ലേ ആടി നല്ല വ്യൂ ഉണ്ട്. ആ പറഞ്ഞു അതാ പറഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞു. ആളാമൊന്നല്ല ഇതെടുത്തിട്ട് ഇങ്ങനെ വെക്കാനൊരു ഷോല്ലടാ. ചായ വാങ്ങിയിട്ടുണ്ട്. ചായ കൊണ്ടുതരും. ഇത് തട്ടുകടല്ല മുനുവിന്റെ. സോറിയടാ, വെച്ച് വാങ്ങിട്ട് പോണം. എവിടെ ഇരുന്നാലോ? ആ പുറത്തേക്ക് ഉണ്ട്. ഇവന്റെ നല്ല ബ്രേക്കിന്റെ സോങ്ങെല്ലാം ഇട്ടില്ല. ഇവൻ ബ്രേക്കിന്റെ സോങ്ങെല്ലാം അലോട്ടോണിലുണ്ട്. പക്ഷെ ഫോൺ എടുക്കുന്നില്ല. ആള് റെയിലാണ്. നല്ല വ്യൂ ആണ്. അടിപൊളി വ്യൂ. തോണിയല്ലോ. ഇവൻ ലാസ്റ്റ് പറഞ്ഞത് ഇതാണ്. ഇവൻ ലാസ്റ്റ് പറഞ്ഞത് ഇതാണ്. പിന്നെ ചങ്ങായി ഫോൺ എടുക്കുന്നില്ല. തൊപ്പി ബ്രോ ഞങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇറങ്ങാൻ ടൈം ആകുമ്പോ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. പിന്നെ വൈഫൈയുടെ കാര്യം എല്ലാം ഓക്കെ ആണ്, ഒരു വിഷയമില്ല. പിന്നെ ഇവിടെ എല്ലാം സംസാരിച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് കേട്ടോ. വൈഫൈ ഉണ്ട്, ലൈവ് ചെയ്തോ. ഞാൻ പറയട്ടെ ഇത് എന്തിനാ പറഞ്ഞതെന്ന് അറിയാം. 1 മണിക്കൂർ മുമ്പ് വിളിക്കാം, അവർക്ക് മുങ്ങാൻ വേണ്ടിട്ട്. അതാണ് സംഭവം. ഇപ്പം വരുന്നുണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് റൂം വെക്കേറ്റ് ചെയ്ത് പോവാലോ. എടാ എന്റെ ഇൻസ്റ്റ ഇല്ല. എന്റെ ഇൻസ്റ്റ എന്റെ ലോഗ്ഡ് ഇന്നാ. അല്ലല്ലോ അല്ല നിന്റെ ഇതിലോ? ആ ഫോണിലല്ല. അടാ ഈ മിന്നലേ ഇടിയെല്ലാം പൊട്ടുമ്പോ ശരിക്കും പേടിയാന്ന്. ബോംബ് എന്നാ വിചാരിക്കുന്നത്.
ഒരു ബോംബ് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഇടക്കൊന്നും പൊട്ടൂല, അങ്ങനല്ലേ? ഇല്ല പറയാൻ ഒന്ന് വെട്ടിയെടുത്ത അപ്പൊ തന്നെ ഇല്ല. പൊട്ടല്ല. ചിലപ്പോ അവർക്ക് ആ ഒരു ഫ്ലോയിൽ തന്നെ പൊട്ടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും ഒന്ന് പൊട്ടിച്ചില്ല, എന്നാ ഒരു അതിന്റെ ഇതിലങ്ങ് പോട്ട് എന്നുള്ളൊരു കടിയൊന്നും പറഞ്ഞിട്ടില്ല. ഫ്രഞ്ച് ഫ്രൈസാ പറഞ്ഞ. കടി ഉണ്ടാവും ഇവിടെ, മുട്ടപ്പത്തലുണ്ടാവോ? മുട്ടപ്പത്തിൽ ഇറച്ചിയടിയും കായടിയും കിട്ടാൻ ഇത് ഞാൻ പറഞ്ഞില്ല, തട്ടുകടല്ല ഇത്. എന്നാലും എന്തെങ്കിലും കടി ഉണ്ടാവണ്ടടാ. കടിയില്ല, ഇങ്ങനത്തെ എന്തെല്ലാം സാധനമല്ല. ഗ്രില്ല്, പിന്നെന്താ മലബാർ അമ്മച്ചാർ കുട്ടിപ്പോയി കമ്പിച്ചുള്ളിമ്പാണ് വെട്ടിക്കുട്ടി കത്തിച്ചിട്ട് അഞ്ചുമ്പത്തുമ്പാണ്. അപ്പൊ ഈ തോണിയിൽ വെള്ളം എന്ന് പറഞ്ഞ സീനല്ലേ? തോണിയിൽ വെള്ളം എന്ന് പറഞ്ഞാൽ അടിയിൽ ഓട്ടിണ്ടാവും. ഇവർ ചിന്തിക്കുന്ന തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ചിക്കൻ ഉണ്ടായല്ല, നീ കണ്ടില്ല? ചിക്കൻ ഉണ്ടായല്ല, ചിക്ക് ചിക്ക് എന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നില്ലേ, ഞാൻ ക്യാമറയിലാണ്. എന്തൊരു ഇതാടാ നിന്റെ ഇത് ക്ലിയർ ചെയ്യില്ല നീ, അതുകൊണ്ടാ ഹാങ് ആവുന്ന ഫോണ്. എന്ത് റീസൺസ് ഇപ്പൊ ക്ലിയർ ചെയ്താലും ലോക്കോന്റെ ഒരു മെസ്സേജ് മൊത്തം ലോക്കോന്റെ വരും. പഴയത് അൻ്റെയിലൊന്നും അങ്ങനെ വരുന്നില്ലല്ലോ. അങ്ങനെ വരുന്നത് സ്നാപ്പുകളും സ്നാപ്പിന്റെ എല്ലാം വരും. എടാ ഈ നോട്ടിഫിക്കേഷൻ്റെ ഇത് ഓഫാക്കിയിട്ടാ ചായ വറുത്ത് കുറെ സമയം ആയല്ലോ. വരും വരും. മോനെ മാനെ ആ ചെക്കനോട് ചോദിച്ചിട്ട് എന്താ? ഞാൻ ചെക്കനോട് ചോദിക്കട്ടെ ആ ഗ്യാങ്ങിന് സംഭവം ചോദിച്ചിട്ടോ. ബ്രോ അരമണിക്കൂറായിട്ട് ഇവിടെ പോസ്റ്റ് ബ്രോ. ഓ മാൻ, ചങ്ങായി റെക്കോർഡിങ്ങിലാന്നല്ലോ. ഞാൻ ഇത്തവണ ഞാൻ ക്ഷമിച്ചു ബ്രോ. എന്ത് ബ്രോ, നമ്മ ഒരു അരമണിക്കൂറായി നമ്മ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെ കഴിയുമ്പോൾ കത്തിയും തോക്കും ഉണ്ട് എന്നുള്ള ഒറ്റ ഇതിൽ ഞാൻ ഇത് ക്ഷമിക്കുകയാണ്. ഞാൻ ഇവിടെ തായിലുണ്ട്, ഇവിടെ ചായയും പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, ലോഞ്ചിൽ ഇരിക്കുന്നുണ്ട്. ഹോളിഡേ ഇന്നല്ലേ, ഹോളിഡേ ഇന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? മാനേജറാ? ഓക്കെ ഓക്കെ, നമ്മൾ തായിൽ ചായ കുടിക്കുന്ന സ്ഥലത്തുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാലും ചങ്ങായാണെങ്കിൽ അരമണിക്കൂർ പോസ്റ്റും ആക്കി. അല്ലു അർജുൻ കൊച്ചിയിലുണ്ടോ? അല്ലു അർജുനൻ കൊച്ചിയാ? അല്ലു അർജുൻ കൊച്ചിയിലുണ്ടോ? എടാ VIP എടാ ലോക്കോ VIP സാധനം എടുക്കട്ടെ. നിങ്ങള് VIP സാധനം എടുക്കട്ടോ. ഇതെന്താ എൻ്റെ സ്ട്രീമിൽ മാത്രം ഇങ്ങനെ? ഈഗിളും മറ്റേ ബ്രൈറ്റ് ഫോക്സും ബാബു എല്ലാം സ്ട്രീം ചെയ്യുമ്പില്ലേ, ലോക്കോയിൽ സ്ട്രീം ചെയ്യുമ്പോൾ എല്ലാവരുടെ സ്ട്രീമിലും ഫുള്ള് VIP മെമ്പേഴ്സാണ്. എൻ്റെ സ്ട്രീമിൽ മാത്രം VIP മെമ്പേഴ്സ് ഇല്ല. ആ ഒരുമാതിരി ഒട്ട പരിപാടിയാണ്. ഞാൻ കാര്യം പറയാലോ, ആ ഒരുമാതിരി ഒട്ട പരിപാടിയാണ്. ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ ഗ്യാങ്ങിനെ മീറ്റ് ചെയ്ത് എൻ്റെ തടിയും നോക്കാണ്ട് ഞാൻ ഗ്യാങ്ങിനെ മീറ്റ് ചെയ്യാൻ പോയത്. നിങ്ങൾ
VIP പാസ് പോലും എടുക്കാണ്ട് ഫ്രീ ആയിട്ട് ഇരുന്ന് ലൈവ് കാണുന്ന. അതെന്ത് പരിപാടിയാണ്? അല്ലേ അങ്ങായി VIP എടുക്കങ്ങായി. അതാ മാനേജർ. അല്ല ഇപ്പം വരും. അല്ലേ അങ്ങായി VIP എടുക്ക്. എടാ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ട്? ഔട്ട്ഫിറ്റ് റേറ്റ് റേറ്റ് 1 to 10 റേറ്റ്. LVIP അവിടെ VIP സീനാടാ. ആഡില്ലാണ്ട് കാണാ. പിന്നെ എന്തെല്ലോ എക്സ്ക്ലൂസീവ് സ്റ്റിക്കർ മറ്റേ ഞാൻ മറന്നുപോയല്ല, വേറെ എന്തേലും ഞാൻ മറന്നുപോയി. ആ സ്റ്റിക്കർ എന്തെല്ലോ പരിപാടി ഉണ്ട്, എന്തെല്ലോ ഗോൾഡ് മെമ്പർ സംഭവം ഉണ്ട്. പിന്നെ ലീഡർ ബോർഡിൽ നമുക്ക് പൈസ തിരിച്ചു കിട്ടുന്ന പരിപാടി ഉണ്ട്, എന്തോ അങ്ങനത്തെ എന്തോ ഒരു സംഭവം ഉണ്ട്, ഞാൻ മറന്നുപോയി. അവിടെ ഇതെന്താടാ ഔട്ട്ഫിറ്റിന് 5 തരുന്നത്? 5, 2, 3 ആണെന്നല്ല ഞാൻ കാണുന്നത്. ഇതെന്താ 10 വരാത്ത? ഇതെന്താ 10 ഇല്ലാത്ത? എന്നാ ഒരു മിനിറ്റ് എൻ്റെ 5, 2 അല്ലേ തരുന്നത്? ഇങ്ങോ ചങ്ങായിനൊന്ന് നോക്കിയേ. അപ്പൊ ഇതിന് ഇങ്ങ എത്ര കൊടുക്കുക? അൻ്റെ 5ഉം 2 തരുന്നത് അല്ലെ? 5ഉം 2ഉം ചങ്ങായി ഷർട്ടും പാന്റും ഇത് ഇട്ടിട്ടാ വന്നിന്. എല്ലാവരും 10 ഇട് പ്ലീസ്, മാറ്റിക്കരുത്. നിനക്ക് എല്ലാരും 10 ഇടുന്നടാ. ഇതെന്തിന്? എന്ത് കണ്ടിട്ട്? അപ്പൊ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കയറ്റപ്പിൽ വന്നിട്ട് അനക്ക് 2ഉം നിനക്ക് 10ഉം. അങ്ങനെയാണ് ഞാൻ പറയട്ടെ. നീ കുറച്ച് ശരിയാക്ക. ചായ വരുന്നുണ്ട്. ഇരിക്കും. ഗ്യാങ്ങിന്റെ മാനേജറാ. ഗ്യാങ്ങിന്റെ മീറ്റ് ചെയ്യാം. ചായ പറഞ്ഞ നമ്മള് ബ്രോ, ചായ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ചായ കുടിച്ചിട്ടോ? എടാ ചായ കുടിച്ചിട്ടോ? നിങ്ങളെ പേരാ പറഞ്ഞത്? എന്റെ പേര് അജീഷ്. അതിനെന്തിനാ സിനിമാക്കാരൻ എന്ന് പറയുന്നത്? അങ്ങനെ എല്ലായിടത്തും അപ്പൊ പൊതുവെ സിനിമക്കാരൻ അങ്ങനെയാ. ഫസ്റ്റ് ഒരാളെ മീറ്റ് ചെയ്യുമ്പോ ഹലോ ഞാൻ സിനിമക്കാരൻ എന്ന് പറയും. അങ്ങോട്ട് അപ്പുറത്തേക്ക് മാറണോ? ഓക്കെ സോറി. ആടിരിക്കും. എടാ വെള്ളം പിന്നെ അന്നാളെ അത് അയാൾക്ക് കൊടുത്ത വെള്ളം. അതുകൊണ്ടാണ് ചങ്ങായി അയാളൊരു സോറി പറയണം. നിങ്ങൾക്ക് കൊണ്ടുവന്ന വെള്ളാലേ? സോറി ചേട്ടാ, സോറി. വേറെ വെള്ളം എടുത്തിട്ടാണോ? അന്നത്തെ വെള്ളം കൊണ്ടിരുന്ന സോറി ചേട്ടാ. മൈ ബാഡ്. ഞാൻ പെട്ടെന്ന് പരിസരം വന്നിട്ടില്ല. എനക്കറിയില്ലടാ, പെട്ടെന്ന് എന്റെ മുന്നിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വരുന്നത്. ഞാൻ കുടിക്കൂലേ? ആർക്ക് ഇവനിക്കാ? പിരാന്തായിപ്പോയി ചങ്ങായി നഷ്ടത്തിലാക്ക. ഈ ഗ്യാങ് എങ്ങനെയാ? എല്ലാരും റാപ്പേഴ്സാ? എല്ലാരും? ഇപ്പൊ മൊത്തം എത്ര പേരുണ്ട് മുകളില്? 2 പേരേ ഉള്ളു. ബാക്കിയുള്ള വരും. ഇപ്പൊ വരുമോ? നീ എല്ലാവരും 25 ആളായിട്ടുണ്ട്. 10-20 ആളുണ്ട്. ഇപ്പൊ 2 ആളേ ഉള്ളു. അവര് സെറ്റാണ്. കണ്ടോ? അവര് സെറ്റാണ്. മനസ്സിലാവും. എനിക്ക് കേറുമ്പോ തിരിയും. എപ്പോ എത്തി ഇവിടെ? നമ്മ ഞാൻ ഷിഫ്റ്റായി മൊത്തം സാധനങ്ങളെല്ലാം എടുത്ത് കയറ്റി അപ്പാർട്ട്മെന്റിൽ കയറ്റി അവിടെ ഇട്ടിട്ടുണ്ട്.
അല്ല എന്നാലും ഇങ്ങനെ നേരത്തെ സിനിമാക്കാരെന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് വിചാരിച്ച പേര് പറഞ്ഞതാണ്. ക്യാരക്ടർ നെയ്മാറ്റായിരിക്കും സിനിമാക്കാരെന്നുള്ളത്. അപ്പൊ ഈ ലോറി ഓടിക്കുന്ന ആളല്ല ഞാൻ ലോറി അങ്ങനെ ഇട്ടേക്കണം. ആ ഓക്കെ. ആ ഈ സ്റ്റേജ് നെയിം എല്ലാം പോലെ. ചങ്ങായി ചായയും കൊണ്ടിരുന്നില്ല. ചങ്ങായി ചായയും കൊണ്ടിരുന്നില്ല, ഇവിടെ ഇരുത്തുകയും ചെയ്ത്. ഇതെന്തെന്നാ എടല്ല എടാ എന്താണ് ചാറ്റ് മാത്രം മീറ്റ് ഫസി എന്ന് പറയുന്നതാ. അപ്പൊ ഇത് നേരത്തെ ശരിക്കോ? എപ്പോ എപ്പാന്ന് വിളിക്ക്. എവിടെ ഇല്ലേന്ന് ചോദിക്ക്. ഇന്നെന്തായാലും കഴിയില്ല. ഇന്ന് ചെയ്യോ? ഇന്നില്ല, നാളെ ഓളാത് സമ്മതിക്കട്ടെ. ചോദിച്ചു നോക്ക്. എന്താ സമ്മതിക്കാനല്ലേ? നീ എന്താ ഇപ്പൊ സമ്മതിക്കുന്നത്? വിളിച്ചിറക്കി കൊണ്ടുപോവാ. നായി എന്നെ എപ്പം കൊയ്യി ചാടിക്കുന്ന നീയാന്ന്. എല്ലാ കൊയ്യിലും നീയാ ചാടിക്കല്ലേ. എന്നെ പോയിട്ടാണ് വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട്. എന്താ നിങ്ങൾക്ക് രണ്ടാൾക്കും പ്രായപൂർത്തിയായതാണ്, ഇൻഡിപെൻഡന്റ് ആണ്. വെറുതെ പ്രശ്നം. ആ സെറ്റാണ്. ബോഡി ഗാർഡ് അവിടെ ബോഡി ഗാർഡ് വരും. ബോഡി ഗാർഡിന്റെ കഥയാണ് നേരത്തെ പറഞ്ഞത്. ആ ബോഡി ഗാർഡ് സെറ്റാണ്. ജോന്റെ അമ്മ കലമ്പി, അതാ പ്രശ്നം. എല്ലാം പാക്കെല്ലാം ചെയ്ത് അമ്മ വിളിച്ചിട്ട് പറഞ്ഞ എന്തോ പോലെ കുട്ടൂസ് നാറ്റ വിളിക്കലോ. കുട്ടൂസ് വിളിക്കല്. അമ്മ കുട്ടൂസേ നീ ഇന്ന് പോണ്ട എന്തോ പറഞ്ഞു. പക്ഷെ ഓനെ ഞാൻ കൊണ്ടുവരുവാടാ. ഓനെ ഞാൻ കൊണ്ടുവരും. എന്ത് വില കൊടുത്തു ഓനെ ഞാൻ കൊണ്ടുവരുവാടാ. നോക്കിക്കോ. എല്ലാം കഴിച്ച ആയില്ല. എന്താ വരുന്നുണ്ടോ? എടാ എന്റെ അവാർഡാണ്. അവാർഡ് ഉണ്ട് ഉണ്ട്. ഫോണേരോ ഫോൺ കൊടുക്കണം. എന്നാ പിന്നെ എന്റെ ഉപ്പ ഞാൻ പറയും. ഇതെന്ത് സ്റ്റക്ക്? മീറ്റ് മുനു എന്ന് പറയുന്നത്. അവിടെ മുനു വരണ്ടാണ്. ഞാൻ മുനുവിനെ കൊച്ചിയിലേക്ക് 1000 വട്ടം വിളിച്ച്. മുനു വരുന്നില്ല. കൊറേ കാല് പിടിച്ച് വിളിച്ചു ഒന്ന് പാന്ന് പറഞ്ഞു. വരുന്നില്ല. ഓന്റെ അവിടെ കാര്യങ്ങൾ ചെയ്യാണ്ട്. ഓരോ ബിസിനസ് തട്ടുകടാ. ഓന്റെ എടാ മുനുവിന്റെ കാര്യം ചോദിക്കുന്നത്. ഓൻ തട്ടുകട വിട്ടിട്ട് വരുമോ? ഇല്ലില്ല. ഒന്നാമത് ഓന്റെ അനിയനും നാട്ടിൽ വന്ന്, അതുകൊണ്ട് ഫുൾ ഇനിയിപ്പം ബിസി ആയിരിക്കും. കൊറേ വിളിച്ച് എന്റെ മാക്സിമം ഞാൻ വിളിച്ച് ഓൻ വരുന്നില്ല. ഓൻ പറഞ്ഞ കുറച്ചു ദിവസം കഴിയിട്ട് വണ്ടിയെല്ലാം ശരിയായിട്ട് എന്നാ പറയുന്നത്. വണ്ടി ശരിയായിട്ട് മറ്റേ തട്ടുകട സെറ്റാണ്. ആ അവിടെ വെച്ചാണ്. ഫ്രഞ്ച് ഫ്രൈസ് ടൈം എടുക്കോ? 5 വയസ്സ് റെഡിയല്ലേ? എടാ നിനക്ക് ചായ വേണ്ടേ? 3 ചായ വേണം. എടാ അവര് താട്ടിറങ്ങിയായിരുന്നു. ഇങ്ങോട്ട് വരുമോ? അപ്പൊ മുകളിലേക്ക് കൊണ്ടേ. എടാ എന്നാ അവർക്കും ചായ പറയണം. അല്ല മുകളിലേക്ക് പോവാ. നമുക്ക് മുകളിൽ മീറ്റ് ചെയ്യാം. അവിടെ മീറ്റ് ചെയ്യാം. അവരിങ്ങോട്ട് വരുന്നുണ്ടോ? എന്ത് ബിസ്ക്കറ്റാ? മധുരമില്ല. മധുരമില്ല. മറ്റേതാക്കണം. അടി ഇവനാടെ തനിച്ചാടാ. ഇതെങ്ങനെയാ? പൊട്ടിച്ചിടുക, എന്നിട്ട് ഇളക്കുക. സ്പൂണോ? സ്പൂണിതാ. ഈ കൊള്ളിക്കമ്പാന്ന് സ്പൂണ്. ഫുള്ള് കേട്ടാ?
എടാ ഇത് വേറെന്തെങ്കിലും ആയിപ്പോയാ? ഇത് കൊക്കൈനാ? എന്തേ അങ്ങായി? അതിനെ ഉണപ്പിച്ച് നോക്കുന്ന എനിക്ക് കൊക്കൈനെ വേണം അറിയില്ലല്ലോ. അല്ല വേറെന്തും കാണാൻ അറിയാലോ. ഉറുമ്പോടിയാ. ഇത് ചായ ഇതാ, ഇത് ബ്രൗൺ കളർ, ഇതാ ബ്രൗൺ ഷുഗർ. അതൊന്നും ബിസ്ക്കറ്റാ? ആ നമുക്ക് കൊണ്ടാൻ പറ്റോ? ആ പിന്നെ ബിസ്ക്കറ്റ് ഓർമ്മ ഉണ്ടാ? ഇല്ല. മഞ്ഞ മറ്റേ പണ്ട് വീട്ടിൽ നല്ല മായിട്ട് സ്റ്റോർ റൂമിൽ വെക്കുന്ന. അറിയില്ല. ആ നീ പിന്നെ ഇത് കാലം വേറെ അല്ല. ഇതിലെ ലൈവ് ഇട്ടേക്കണേ ലോക്കോ പൊട്ടിച്ചേക്കല്ലേ എടാ, അങ്ങനല്ല. ഇങ്ങനെയാണ് ചങ്ങായി അത് നശിപ്പിക്കുന്നുണ്ട്, ഇവിടുന്ന് പൊളിക്കും. അത് അതിനുള്ള പരിപാടിയാണ്. ഇവിടെ പഞ്ചസാര ഇടട്ടെ? ഏതാ? എത്ര പൈസ? ഓക്കെ, ചായന്റെ പൈസ. എന്റെ മോനെ 3 ചായക്കും ഒരു മീഡിയം ഫ്രഞ്ച് ഫ്രൈസാണ് ഞാൻ പറഞ്ഞത്. കുടുംബം വിൽക്കേണ്ട വരും. നീ അല്ല കടി വേണമെന്ന് പറഞ്ഞ മുട്ട പപ്സും കായ് അടിയല്ല എനിക്ക് വേണ്ടത്. ഫ്രഞ്ച് ഫ്രൈസിന്റെ പൈസ ഇല്ല ഇത്. ഉമ്മാണേ ചായ ഉള്ളൂ എന്നിട്ടാന്ന് ബില്ലടിച്ചത്. ഞാൻ പറയട്ടെ, ഈ ഗ്ലാസും ഈ കപ്പും ഈ സാധനം എടുത്ത് കൊണ്ടുപോവാ. എന്നാലും പൈസ മുതലാവും. അല്ലാണ്ട് മുതലാവൂല. അത് തന്നെ ഞാനും പറയും. ഇതെന്താ ഇത്? നമ്മ അംബാനീനെ മക്കളാ. കുരു എടാ കോഫി ബീൻ പൊട്ട അടുത്ത് കടിക്കുകയും ചെയ്യുന്നു. എന്തോ കൂറന്റെ ഇതാന്ന് വിചാരിച്ചിട്ട്. ബ്രോ ഞാൻ കാര്യം ചോദിക്കട്ടെ ബ്രോ, 3 ചായക്ക് 620 റുപ്യ. അപ്പൊ ഒരു ചായക്ക് എത്ര? ഒരു ചായക്ക് 150 റുപ്യ. ഈ ചായക്ക ഒരു മിനിറ്റ് മധുരം ഇടിയുമ്പോ അതിന് മിത്തോട്ടുണ്ടെങ്കിൽ അതിന് ഈ ചായക്ക് എത്ര പ്രത്യേകത? ഓ ഇത് 5 സ്റ്റാറാ? എന്നാലും 620 റുപ്യ. അത് നമ്മൻ തന്നെ മതിലിട്ട് നമ്മളക്കും വേണം. സലാമക്ക സ്വന്തമായിട്ട് ചെയ്തു തരും. ഒരു സ്പൂൺ അങ്ങനെ തരുവാ. ആ മുനുവിന്റെ തട്ടുകടയില് സലാമക്ക സ്വന്തമായിട്ട് നമുക്ക് എല്ലാം ആക്കി തന്ന് പൊട്ട. ഇത് സോസാ? സോസ ഇത് എണീക്കാൻ കഴിയ? സലാമക്ക കൈയിട്ട് ഇളക്കിട്ട് നമുക്ക് തരും 10 റുപ്യക്ക്. സലാമക്ക കൈയിട്ട് ഇളക്കിട്ട് നമുക്ക് തരും 10 റുപ്യക്ക്. ആ സ്പൂൺ വരെ ആവശ്യമില്ല ഞങ്ങൾക്ക്. അത്രയും ആത്മാർത്ഥതയോടുകൂടി എനിക്ക് 10 റുപ്യ കൊടുത്താൽ മതി നമുക്ക്. ഇത് 200 റുപ്യ എന്റെ ചായ അമ്മ ഇതാക്കണം. എന്റെ മോനെ വേണമെന്ന് തുപ്പിട്ട് അതെ ആഡ് ഓൺ ആണ്. എക്സ്ട്രാ കൊടുക്കണം. 2 റുപ്യ എക്സ്ട്രാ കൊടുക്കണം. 12 റുപ്യ. അപ്പൊ അത് പോരാ. അടുത്തേല് പിടിക്കാം. ഇത് പോയടാ നിന്റെ കോമഡിയെല്ലാം തീർത്തണ. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് കടന്നിട്ട് ഈ തിരിച്ചത് എന്റെ തീർന്ന എന്റെ കോമഡി എന്നാ പിന്നെ ഞാൻ പോവാ. പോയി എന്ത്